അപ്പോൾ കസ്റ്റമർ എങ്ങനെ ഹാപ്പി ആക്കാം, അതാണ് ഇന്നത്തെ ടോപ്പിക്സ്. ഞാൻ ബുഹാരി, ഫുഡ് ആൽക്കമിസ്റ്റ് ആണ്. കൂടാതെ ഹോട്ടൽ ബിസിനസ്സുകളെ സക്സസ് ആക്കി കൊടുക്കലാണ് എൻ്റെ മറ്റൊരു ബിസിനസ്. അപ്പോൾ ഈ കസ്റ്റമർ എന്ന് പറയുന്നത് ഞാനും കസ്റ്റമറാണ്, ഈ കാണുന്ന നിങ്ങളും കസ്റ്റമറാണ്. അപ്പോൾ നമുക്കൊക്കെ ഉള്ളിൽ എന്തുണ്ടാവുക, നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള മൂല്യമുള്ള സാധനം നമുക്ക് കിട്ടണം. അത് നമ്മളെ അവകാശമാണ് അല്ലേ. പിന്നെ പ്ലസ് കിട്ടിയാൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു 120 റുപ്പീസോ 150 റുപ്പീസോ 200 റുപ്പീസോ കൊടുത്ത് നമ്മളൊരു ബിരിയാണി മേടിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ കൊടുക്കുന്ന ഓണർ അതിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന ഒറിജിനൽ സാധനം കൊടുക്കാൻ ശ്രമിക്കുക. ഒരു ചായ 10 രൂപയ്ക്ക് മേടിച്ചാൽ ചായ കണ്ടമാനം അളവ് വേണമെന്നുള്ളതൊന്നുമില്ല. അതിനനുസരിച്ചുള്ള ഒരു ചെറിയ ഗ്ലാസ്സിൽ അതിൻ്റെ ശരിയായ രീതിയിൽ പാലൊക്കെ വേവിച്ച് അതിൻ്റെതായ രീതിയിലുള്ള ഒരു ചായ കൊടുത്താൽ ആ കസ്റ്റമർ പിന്നെയും അവിടെ വരും. നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ചാൽ നമുക്ക് കൂടുതൽ നമുക്ക് ആ മൂല്യത്തിനേക്കാൾ കൂടുതൽ നമുക്ക് സർവീസ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാവും. അത് ഫുഡിന്റെ കാര്യത്തിൽ. രണ്ടാമത് വേണ്ടത് ഹോട്ടലിനെ സംബന്ധിച്ച് ഒരു തലോടലാണ്. ഭക്ഷണം കഴിച്ച് 50% ആവുമ്പോൾ സത്യം പറഞ്ഞ ഒരാളവിടെ ഉണ്ടാവണം, അല്ലെങ്കിൽ ആ സപ്ലയറെ നമുക്ക് ചോദിക്കണം എങ്ങനെയുണ്ട് ഭക്ഷണം. അപ്പോൾ കുറെ ആളുകൾ നമ്മളെ ബുദ്ധിമുട്ടിക്കണ്ട വെച്ചിട്ട് എന്ന് പറഞ്ഞാലും കുറച്ച് ആളുകൾ പറയും ഇത് പോരാ, ഇതിൽ ഉപ്പ് കൂടുതലാണ്, ഉപ്പ് കുറവാണ്, ഇത് ഇന്നാള് കഴിച്ച അത്ര നന്നായിട്ടില്ല, പൊറോട്ട ഭയങ്കര റഫ് ആൻഡ് ടഫ് ആണ്. ഇത് നിരന്തരം നിങ്ങൾ ചോദിക്കുക. അതുപോലെ തന്നെ അവരുമായിട്ടൊരു ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിള്. സാർ എവിടെയാണ്, എങ്ങനെയാണ്, വേറെ എവിടെയെങ്കിലും നമുക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം, നിങ്ങൾക്ക് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താം, ഞങ്ങൾ കൂടുതൽ നന്നാക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ആ സർവീസ് വലിയ തിരക്ക് വരുമ്പോൾ ചിലപ്പോൾ ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും, എങ്കിലും നമ്മൾ പരമാവധി അത് ചെയ്യാൻ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും ഭയങ്കര ഒരു റിസൾട്ടായിരിക്കും. കാരണം ഞാൻ ഇലക്ട്രോണിസിറ്റിയിൽ ഒരു ഹോട്ടലിൽ അവിടെ പോയപ്പോൾ ഒരു തലശ്ശേരി റെസ്റ്റോറൻറ്റ്, അതിൻ്റെ തൊട്ട അടുത്താണ് ഈ റെസ്റ്റോറൻറ്റ്. ഇലക്ട്രോണിസിറ്റിയിൽ സെക്കൻഡ് ഫേസിൽ ബിരിയാണി ആകെ കൊളായിട്ടുണ്ട് അന്ന് അവരെ അവിടെ വെച്ചത്. ചളിപിളി പോലെ ആയിട്ടുണ്ട്. ഒരു 4-5 പേര് വന്നിരുന്നിട്ട് ഇത് ഓർഡർ ചെയ്തു കൊടുത്തു. ഈ ഓണർ ഇവർ കഴിച്ചു തുടങ്ങുമ്പോൾ മുതൽ ഇവരോട് സംസാരിച്ച് കഴിച്ചു തുടങ്ങിയപ്പോൾ അവരുടെ മുഖമൊക്കെ പോയി, ഇത് എന്താണിത്. അപ്പോൾ അവര് പറഞ്ഞു, ഇല്ല ഇന്ന് കുക്ക് വന്നിട്ടില്ല, കുക്ക് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇവരെ കൊണ്ട് സത്യം പറഞ്ഞാൽ ശരിക്കും കഴിക്കാൻ പറ്റാത്ത ആ സാധനം കഴിപ്പിച്ച്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി വലിയ ഡിസ്കൗണ്ട് വല്ലതും ചെയ്യുമോ, ഫുൾ പൈസയും മേടിച്ച് വെച്ചിട്ട് വിട്ട്. അപ്പൊ അത് കസ്റ്റമർ ഹാൻഡിൽ ചെയ്യുന്നവരെ കഴിവും കൂടിയാണ്. മനസ്സിലായ എന്നുവെച്ചാൽ അത് അമിതമായ ഉപ്പിട്ടിട്ട് തീരെ കഴിക്കാൻ പറ്റാത്തത് എന്നല്ല അതിനർത്ഥം. ചളകുളമായ സാധനമാണെങ്കിൽ പോലും നമുക്ക് അത് സെയിൽ ചെയ്ത് കസ്റ്റമർ ഹാപ്പിയാക്കി വിടാം. കസ്റ്റമറെ സംബന്ധിച്ച് ഭക്ഷണം ഒരുവിധം നന്നായാൽ രണ്ടാമത് വേണ്ടത് ഒരു തലോടലാണ്. ആ തലോടൽ നമുക്ക് കൊടുക്കാൻ പറ്റിയോ, ഇനി എത്ര വലിയ ബ്രാൻഡാണെന്ന് പറഞ്ഞാലും ഈ തലോടലുകൾ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ കസ്റ്റമർക്ക് ഒരു പകുതി കഴിച്ചതിന് ശേഷം ലാസ്റ്റിന് മുമ്പ് വന്നിട്ട് ഒരു ഫീഡ്ബാക്ക് എടുക്കുന്ന ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ നിങ്ങളെ ഹോട്ടലിന്റെ ഗ്രാഫ് ഇന്നല്ലെങ്കിൽ നാളെ താഴേക്ക് വരും, ഒരു സംശയമില്ല. നേരെ മറിച്ച് നിങ്ങൾ ഈ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫുഡ് എത്രത്തോളം ഡെവലപ്പ് ചെയ്യണം, എന്താണ് ഇനി ഒരു പ്രാവശ്യം വന്നിട്ട് കണ്ടിട്ടൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ചോദിക്കുമ്പോൾ അവർ നിങ്ങളെ സെൻസ് ചെയ്യുമോ. ഇവർ എല്ലാ പ്രാവശ്യം വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, സാർ സത്യസന്ധമായി അഭിപ്രായം പറയണം എന്നൊക്കെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവരങ്ങ് പറയും, ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്, ഇതാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന പ്രൈസിനനുസരിച്ചിട്ടുള്ള വാല്യൂ ഇല്ലെങ്കിൽ അവർ അതും പറഞ്ഞുതരും. ഞാൻ അതൊക്കെ ചെയ്തു നോക്കിയിട്ടുണ്ട്, അവർ പറഞ്ഞുതരും. അങ്ങനെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ചെയ്തുകൊണ്ട് ഹാപ്പി ആക്കിക്കൊണ്ട് നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു ബിസിനസ് നേട്ടം കൈവരിക്കാനും അതുപോലെ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് വലിയൊരു മാറ്റം തന്നെ നമ്മൾ ഹോട്ടലിൽ കൊണ്ടുവരും. അത് ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ. ഇത് ഭക്ഷണം കൊണ്ടുവച്ചു വേണമെങ്കിൽ കഴിച്ചടാ, അതോ അങ്ങനെയുള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ നടക്കില്ല. കാരണം അവിടെയുള്ള സ്റ്റാഫിങ്ങിനൊക്കെ നമ്മൾ ആ ഒരു ട്രെയിനിങ് നിരന്തരം പറഞ്ഞും ചെയ്യിച്ചും ഒക്കെ അവരെ ചെയ്തെങ്കിൽ മാത്രമാണ്. പിന്നെ ഒരു ഹോട്ടലിൽ സർവീസ് ചെയ്യുമ്പോൾ
ഒരു ബിലോ ആവറേജിന്റെ താഴെയുള്ള ഹോട്ടലുകളിൽ എങ്ങനെ ഉണ്ടാവുന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടാണ്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ടിപ്പ് കിട്ടും. അപ്പൊ ഒരുത്തിന് ടിപ്പ് തീരെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സർവീസിന് ഒട്ടും പോരാന്നുള്ളതാണ് അതിനർത്ഥം. മനസ്സിലായ? അപ്പോൾ ടിപ്പ് കിട്ടുന്നില്ലെങ്കിൽ അവന് കൂടുതൽ പരിശീലനത്തിന്റെ ആവശ്യമുണ്ട്. നമ്മളെ നമ്പർ ഓഫ് കസ്റ്റമർ വെച്ച് കഴിഞ്ഞാൽ 10 കസ്റ്റമർ വന്നാൽ 200 രൂപ കിട്ടണം ഏറ്റവും കുറഞ്ഞത്. അപ്പോൾ ഒരു 30 കസ്റ്റമർ ടേബിൾ അറ്റൻഡ് ചെയ്താൽ അവന് ശമ്പളം കൂടാതെ 500 രൂപ മുതൽ 1000 രൂപ വരെ കിട്ടേണ്ടതാണ്. ഇത് കിട്ടുന്നില്ലെങ്കിൽ ഉറപ്പിച്ച് നിങ്ങളെ സർവീസ് ചെയ്യുന്ന ആള് പോരാ. അപ്പൊ അവന് വേണ്ട, അല്ലെങ്കിൽ ആ യൂണിറ്റിന് വേണ്ടുന്ന എക്സ്ട്രാ ട്രെയിനിങ്സ് കൊടുത്താൽ നിങ്ങളുടെ ഹോട്ടലിലെ ബിസിനസ്സും ടപ്പ് ചെയ്യുന്നുണ്ട്, കുതിക്കുകയും ചെയ്യും. നടത്തുന്നത് നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടാക്കാനും പറ്റും. കറക്റ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ബിസിനസ്സിനെ പൊക്കിക്കൊണ്ടുവരാനും, അതുപോലെ കസ്റ്റമർക്ക് നമ്മൾ ഫുഡ് നന്നാക്കി കൊടുത്താൽ അടുത്ത 50% വാല്യൂ ആണ് കസ്റ്റമർക്ക് കൊടുക്കുന്ന ഒരു തലോടൽ, അല്ലെങ്കിൽ കസ്റ്റമറോട് ചോദിക്കുന്ന ഫീഡ്ബാക്ക്, അവരോട് ഉള്ള ആ ഒരു 2 മിനിറ്റുള്ള സംസാരം. എവിടെയാണ് സാറേ, എന്താണ് ജോലി ചെയ്യുന്നത്, ഓക്കെ നല്ല ഫീൽഡാണ്, നന്നായിട്ട് വരട്ടെ, അങ്ങനെയുള്ള ഒരു കുശലാന്വേഷണം. ഒന്നെങ്കിൽ അതിനൊരാളെ വയ്ക്കുക, ഇല്ലെങ്കിൽ അതിനെ അനുസരിച്ച് സർവീസ് ചെയ്യുന്ന ആളുകളെ കൂടുതൽ പരിശീലിപ്പിച്ച് പെർഫെക്റ്റ് ആക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഹോട്ടൽ നല്ല സക്സസ് ആവുകയും ചെയ്യും, കസ്റ്റമർ നല്ല ഹാപ്പി ആയിട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്യും. നാളെ അവൻ ആ സർവീസ് ചെയ്യുന്ന എന്ന ആളില്ലേ, ബുഹാരി, അദ്ദേഹം ഇവിടെ അല്ലേ ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല എന്ന് ചോദിച്ച് വരും. സർവീസ് ചെയ്യുന്നവർക്കും കൂടി ഒരു പാടാണ്. അതുപോലെ ഓണേഴ്സ് ആണെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കുശലാന്വേഷണം, അതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട പണി. അപ്പൊ നിങ്ങൾക്ക് ശരിയായ ഫീഡ്ബാക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ ബിരിയാണിയും നിങ്ങളുടെ ചമ്മന്തിയും ചോറും സാമ്പാറിന്റെ ഒക്കെ യഥാർത്ഥത്തിലുള്ള ഗുണം എല്ലാ ദിവസവും ഒരുപോലെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കാത്തവർ അത് അടിക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് ചോദിച്ചാൽ മറുപടി തരുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഇത് ഉപകാരപ്പെടും തോന്നി കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, താങ്ക് യു. വരട്ടെ, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും. ഓക്കെ, ബൈ ബൈ.